കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. തസ്ലീം മാണിയാട്ട് അധ്യക്ഷനായി. ഷജീർ ഇക്ബാൽ സ്വാഗതം പറഞ്ഞു. അസ്കർ കണ്ണാടിപ്പറമ്പ്, ഷബീർ ഇടയനൂർ, PK അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ജംഷീർ ആലക്കാട്, ഷക്കീർ ആടൂർ, മൻസൂർ കീത്തടത്ത്, നസീർ പുറത്തിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നമ്മുടെ ജില്ലയിൽ തൊട്ടടുത്ത് മുഖ്യമന്ത്രിയുടെ നിയമസഭാ മണ്ഡലത്തിൽ നിതിൻ രാജ് എന്ന പേരുള്ള നമ്മുടെയൊക്കെ ഒരു സഹോദരൻ, അവരുടെ ജീവൻ വെടിയേണ്ടി വന്നത്, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്, അതിന്റെ കാരണക്കാരെയും അതിന് പ്രകോപനമുണ്ടാക്കിയവരെയും അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനത്തിന് സാധ്യമായിട്ടില്ല എന്നത് ദയനീയമാണ്. കൊലപാതകമാണോ ആത്മാഹുതിയാണോ എന്ന കാര്യത്തിൽ പോലും തീർപ്പ് കൽപ്പിക്കാൻ ഇനിയും അവ്യക്തതകൾ ബാക്കിയില്ല. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്ന ഒരു സംഭവത്തിലാണ് പോലീസിന്റെ ഈ നിസ്സംഗത നമ്മൾ കാണുന്നത്. പോലീസിനെ സംബന്ധിച്ചോളം ഒരു കേസെടുത്ത് അതിന്റെ എല്ലാ സാക്ഷികളെയും വിസ്തരിച്ച് എല്ലാവരുടെയും മൊഴിയെടുത്ത് അതിന്റെ കതിരും പതിരുമൊക്കെ തെരഞ്ഞതിന് ശേഷമാണ് ആദ്യഘട്ടത്തിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന ശീലം പോലീസിനുണ്ടോ? ഈ കണ്ണൂരിലെ പോലീസിന് അങ്ങനെയൊരു ശീലമുണ്ടോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ഈ ഒരു മാസം മുമ്പാണ് ഈ കണ്ണൂരിൽ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്ന ആക്ഷേപത്തിന്റെ പേരിൽ, ഒരു പൊറാട്ട് നാടകത്തിന്റെ പേരിൽ 6ഓളം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകരെ യാതൊരു തെളിവിന്റെയും പിൻബലമില്ലാതെ ഇതേ കണ്ണൂരിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് 15 ദിവസം ജയിലറക്കുള്ളിലാക്കിയത്. പോലീസുകാർക്കറിയാം, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകൾക്കും അറിയാം അത് അവാസ്തവമാണ്, വ്യാജമായ പരാതിയാണ് എന്ന്. ആ വ്യാജമായ പരാതിയിൽ പോലും തുടക്കത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഒരു ഫുൾ റിമാൻഡ് കാലാവധിയിൽ അധികം ഒരു ദിവസം ഉൾപ്പെടെ 15 ദിവസം പൂർത്തീകരിച്ച് ആ നിരപരാധികളായ ചെറുപ്പക്കാരെ ജയിലറക്കുള്ളിലേക്ക് അയക്കാൻ ഈ കണ്ണൂരിലെ പോലീസുകാരന് അന്ന് വലിയ തിടുക്കമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ചോദിക്കട്ടെ, SC അട്രോസിറ്റീസ് ആക്ട് നിങ്ങൾ ഇവിടെ ചാർത്തിയിട്ടുണ്ട്, ആത്മഹത്യാ പ്രേരണ കുറ്റം BNS നിങ്ങൾ ചാർത്തിയിട്ടുണ്ട്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. എന്തേ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇനിയും വിമുഖതയുള്ളത്? പോലീസിന് എന്താണ് തടസ്സം? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഒന്നല്ല, ഒരു നൂറ് കൂട്ടം പരാതികൾ ആ അധ്യാപകരുടെ പേരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വർഗീയതയുടെ, വംശീയതയുടെ, വിദ്വേഷത്തിന്റെ, വർണ്ണവെറിയുടെ, വൃത്തികേടിന്റെ ആഭാസങ്ങൾ കേൾക്കുന്ന ഒരു ക്യാമ്പസിന്റെ അന്തരീക്ഷത്തെ ഈ കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറയുമ്പോ അതിൽ നീതിന്യായ സംവിധാനം, ഈ നാട്ടിലെ നിയമപാല സംവിധാനം നിങ്ങൾ എടുക്കേണ്ട പണിയുണ്ട്. ആ പണി നിങ്ങൾ എടുക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇത്രയും ദിവസമായി ഒരു അറസ്റ്റ് രേഖപ്പെടുത്താൻ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിങ്ങൾ ആരെയാണ് വെട്ടികളാക്കുന്നത്? ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് പ്രതികളെ കണ്ടുവിട്ടാൻ സാധ്യമല്ല എന്ന് പറയുന്ന നിങ്ങൾ ഈ മലയാളിയുടെ സാമാന്യബോധത്തെ നിങ്ങൾ ഇത്രയും പുച്ഛിക്കുകയാണ് എന്നതാണ് ഞങ്ങളുടെ ഭാഷ്യം.